എടാ നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ നമ്മളുടെ കടയ്ക്കൽ ടർബോയുടെ ഒരു വണ്ടി ഇവിടെ വർക്കിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ അതാ നേരം വെളുത്ത് എല്ലാവരും വന്നിട്ട് കുറേശ്ശെ എല്ലാ വണ്ടികളിലും വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതാ ഇതാണ് നമ്മളുടെ ടർബോ എന്ന് പറയുന്ന ടീം ആദ്യമായിട്ട് എടുത്ത വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിന്നാണ് അവരുടെ തുടക്കം. അത്യാവശ്യം അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. അതായത് ഈ ഒരു പഴയ മോഡൽ വണ്ടിക്കകത്ത് തന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ളൊരു വണ്ടി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഇവർ ഏതൊരു ട്രിപ്പ് ഓടിയിട്ട് വന്ന ഒരു കോലത്തിലാണ് കേട്ടോ വണ്ടിയും കൊണ്ടുവന്നത്. ക്ലീൻ ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ മാക്സിമം ആരും അവരെ അതിനൊന്നും കമൻറ്റ് ബോക്സിൽ കുറ്റം പറയരുത്. ഇടയ്ക്ക് ഏതോ ഒരു വണ്ടിയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു 1-2 പേര്. വണ്ടി എന്താ ക്ലീൻ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒട്ടുമിക്ക വണ്ടികളും നമുക്ക് ട്രിപ്പ് ഓടിയതിന് ശേഷം നേരെയും കൊണ്ടുവരാറാണ് പതിവ്. അപ്പോൾ അവർക്കത് ക്ലീൻ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടത്തില്ല. പിന്നെ നമ്മളുടെ ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ സ്റ്റാഫ് വന്നിട്ട് ക്ലീൻ ചെയ്തൊക്കെ വണ്ടി കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരെ ആരും അങ്ങനെ കുറ്റം പറയാൻ നിൽക്കേണ്ട ഒരു ഇതുണ്ടാവരുത് മാക്സിമം. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ അകത്തേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. ബാക്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പഞ്ച് ബോക്സും അതുപോലെ തന്നെ ഒരു അകത്ത് വയ്ക്കുന്ന ടൈപ്പ് ഒരു നെയിം ബോർഡും വരുന്നുണ്ട്. ഈ ഒരു പഞ്ച് ബോക്സിനകത്തും അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഈ ഒരു ക്ലോത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പഴയ മോഡൽ ക്ലോത്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം പഴയ മോഡലാണ്. പിന്നെ ദാ ഇവിടുത്തെ ഒരു ബില്ലറ്റ് പൊട്ടിയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബില്ലറ്റ് ഇന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അടിയിലത്തെ ഏതോ ഒരു ഫുൾ റേഞ്ച് കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് അതും ക്ലിയർ ചെയ്യണം. പിന്നെ ഏതോ ഒരു സ്പീക്കറിനും ചെറിയൊരു സൗണ്ടിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ദാ ഇവിടെ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് അഴിച്ചിട്ടെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ചെറിയൊരു മെയിൻ്റനൻസ് വർക്കേ ഉള്ളൂ. മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി നേരെ പോകും. പിന്നെ ഇവരുടെ പുത്തൻ വണ്ടി നമുക്ക് വർക്കിന് വരുന്നുണ്ട്. ബാറ്റിൽ ഷിപ്പ് എന്ന് പറയുന്ന ഒരു വണ്ടി നമുക്ക് വർക്കിന് വരുന്നുണ്ട്. പിന്നെ അതായത് ഇതെല്ലാം ഈ ഒരു വണ്ടിക്കകത്ത് കയറ്റാനായിട്ടുള്ള കുറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫ്രണ്ടിലും അത്യാവശ്യം നല്ലൊരു ലേസർ സെറ്റ് ഇരിപ്പുണ്ട്. പിന്നെ അതാ ഈ കാണുന്നതാണ് നമ്മളുടെ ടർബോയുടെ വിസിറ്റിംഗ് കാർഡ്. ആർക്കെങ്കിലും ഇവരുടെ വണ്ടികളൊക്കെ ഓട്ടത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതാ നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ജിമിട്ടം പഞ്ച് ബോക്സ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് ഏതൊരു വണ്ടിക്കകത്ത് കയറാനുള്ളതാണെന്ന്. അപ്പോൾ ഞാൻ അത് എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ വർക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഗരുഡയുടെ ട്രാവലർ വർക്ക് നടക്കുന്നുണ്ട്. ഇത് വയനാട്ടിലുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നീറ്റ് സ്പെക്കിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതാ ഇവിടെ ഒരുവിധം തിരക്കൊന്നും ഒതുങ്ങി കിടക്കുവാണ്. ഇപ്പം നമുക്ക് നിലവിൽ ഇന്നിപ്പോൾ ടർബോയുടെ വണ്ടിയും പിന്നെ ഒരു ചെറിയ കുട്ടി വണ്ടിയും പിന്നെ നമ്മളുടെ ഗരുഡ ട്രാവലർ മാത്രമേ വർക്കിനുള്ളൂ. പിന്നെ നമ്മളുടെ ഹീറോ നമ്മുടെ തമിഴ് വണ്ടി ആറുമുഖം. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇന്ന് വർക്കിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ തിരക്കിട്ട് ഓരോരോ വണ്ടികൾ ഇങ്ങനെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ അവിടെ ടർബോയുടെ വർക്ക് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ നമ്മുടെ കുഞ്ഞുമാവയുടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ബിനിച്ചേട്ടാ അതെല്ലാം ഇളക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇന്ന് പോകുന്നതാണ്. പിന്നെ നമുക്കിനി നമ്മളുടെ ആ ഒരു ടർബോയുടെ സൈഡിൽ നമ്മൾ ഇളക്കി വെച്ചിരുന്ന ഒരു കുറ്റി നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അത് അവിടെ മേളിൽ ഇരുന്ന കുറ്റിയാണ്. നമ്മൾ അവിടെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഇനി നമുക്ക് അകത്തുള്ള ആ ഒരു ഫുൾ റേഞ്ചുകൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു സംഭവമാണ് ചെക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവിടെ സീറ്റും കാര്യങ്ങളെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ധ്യയും പ്രിയനും കൂടി. അപ്പോൾ ഈ ഒരു സീറ്റുകളെല്ലാം അഴിച്ചിട്ട് നമ്മൾ ആ ഒരു ഫുൾ റേഞ്ചുകളെല്ലാം ഇനി തുറന്ന് ചെക്ക് ചെയ്യണം. എന്താണ് വിഷയം, എന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്ന്. എന്തെങ്കിലും വയറിൻ്റെ എന്തെങ്കിലും വിഷയമൊക്കെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ഓപ്പണാക്കി ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് വിടണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുൾ റേഞ്ച് അഴിച്ചപ്പോൾ ഉള്ള ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരുപാട് നാളായെന്ന് തോന്നുന്നു ഇത് അഴിച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നോർമലി ഉണ്ടാവുന്നതാണ്. നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറേ അതിനകത്ത് പൊടി അടിച്ച് കയറും. അപ്പോൾ നമ്മൾ ഈ ഒരു കവറും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് തുറന്നിട്ട് എല്ലാ തവണയും ക്ലീൻ ചെയ്യുക എന്നുള്ളത് നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കയറുന്ന പൊടികളെല്ലാം ഇങ്ങനെ അടിഞ്ഞിരുന്നിട്ട് ഈ ഒരു അവസ്ഥയാവും. അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്തോ വയറിൻ്റെ ചെറിയൊരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്കിതെല്ലാം ഇപ്പോൾ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യാം. അധികം വലിയ പണികളൊന്നുമില്ല, ചെറിയൊരു പരിപാടിയേ ഉള്ളൂ. റെഡിയിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇവിടെ ആണോ? അവിടെയും കുഴപ്പമില്ല. അടിപൊളിയല്ലായിരിക്കും കേട്ടോ. ഓക്കെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് കുഴപ്പമില്ല. തൽക്കാലം അവിടെ ഇരിക്കട്ടെ, ഓരോന്നും പൊക്കി നോക്കാം. പോയി ഈ രണ്ടെണ്ണേ ഉള്ളൂ, ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം ഓക്കെ.
അങ്ങനെ അത് കേൾക്കാതിരുന്ന ഒരു സാധനങ്ങളെല്ലാം നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പരിപാടികൾ അതിനകത്തുള്ളായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേട്ട സാധനങ്ങളെല്ലാം ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്തിട്ട് എല്ലാം തിരിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫൈനലായിട്ട് അതൊന്നും കൂടി ഇട്ട് നോക്കിയിട്ട് നമുക്കെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് റീചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഒന്നും കൂടി അവിടുന്ന് പ്രിയനും സന്ദീപും കൂടി എല്ലാം ചെക്ക് ചെയ്യുവാണ്. എല്ലാം വർക്കിംഗ് ആണോ എന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോയി നോക്കുവാണ്. സന്ദീപ് ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കി വരുവാണ്. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ. ഇനി നമുക്കൊരു ക്യാബിനെല്ലാം അഴിച്ചിട്ടിരിക്കുന്നതെല്ലാം തിരിച്ച് അതേപോലെ സെറ്റ് ചെയ്യണം. അതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കുണ്ട്. അപ്പോൾ ഇനി അതിന് ഇനിയിപ്പോൾ നമ്മളുടെ ഓണർ അർഷാദ് ബ്രോയൊക്കെ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇനി ബാക്കി പരിപാടികളുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് നിർത്തുവാണ്. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത വണ്ടിയിലോട്ട് പോവാം. അങ്ങോട്ട് നോക്ക്. ഈ വർക്കേഴ്സ് എല്ലാം ഈ ലുക്ക് ആയിരിക്കും. കുറച്ച് ഈ ലുക്ക് നാളെ തൊട്ട് ബാഗി പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് വരാം. നാളെ ലുക്കായിട്ടായിരുന്നു. അങ്ങനെ അവരകത്തെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു ടർബോയുടെ വണ്ടിയുടെ ഒരു പിന്നഴക് നമുക്ക് ജസ്റ്റ് ഒന്ന് ആസ്വദിക്കാം. ബാക്കിൽ നല്ല അതിവിശാലമായ അടിപൊളിയായിട്ടുള്ള ഒരു 4 സൈലൻസറിൻ്റെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റാണ് എന്നാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നല്ലൊരു ഗ്രാഫിക്സ് ഉണ്ട്. ഈ സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സൈഡ് അഴകും ഒക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. അതായത് ഒരു അരഞ്ഞണം ബെൽറ്റും ഒക്കെ അങ്ങനെ ആസ്വദിച്ച് പോവാം. അപ്പോൾ പണ്ട് നമ്മളെ ലാലേട്ടൻ പറഞ്ഞതുപോലെ നമ്മളിതൊക്കെ ആസ്വദിക്കണ്ടേ, ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണം, ഇതൊക്കെ ആസ്വദിക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഒരു ലുക്കിലാണ് കേട്ടോ ഈ ഒരു വണ്ടി പണിഞ്ഞ് വെച്ചേക്കുന്നത്. ഇത് ഫ്രണ്ട് പൊട്ടിച്ചിട്ട് അസ്ത്രയാക്കിയതാണ്. പക്ഷേ അതിൻ്റെ യാതൊരു ഇതും ഈ വണ്ടിക്കകത്ത് കാണാനില്ല. ആ ഒരു ഫ്രണ്ടിലത്തെ മുകളിലത്തെ ആ ഒരു സൈഡോണിൻ്റെ ഈ ഒരു കട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കി ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു 2 കൊമ്പും അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ടും എല്ലാം ആ ഒരു അസ്ത്ര സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു BMRൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കേട്ടോ വരുന്നത്. പിന്നെ നമ്മളുടെ മെയിൻ തമിഴ് പുലി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വർക്ക് നമുക്ക് പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒരു ബെല്ലൈക്കണൊക്കെ ഞെക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അപ്ഡേറ്റുകളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു തമിഴ് വണ്ടിയുടെ വീഡിയോന് പുറകെ വരുന്നുണ്ട്. വർക്കൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കോഫി ബ്രൗൺ ട്രാവലർ അവിടെ കിടപ്പുണ്ട് നിഹാരയുടെ. പിന്നെ ഇവിടെ അവർ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു ക്യാബിനിൽ അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓണർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ടർബോയുടെ ഓണർ നമ്മുടെ അർഷദ് ബ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നീറ്റെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടൊന്ന് പവറാക്കണം. പിന്നെ നമ്മുടെ അർഷദ് ബ്രോ വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് വെക്കാനായിട്ട് ഒരു ചെറിയ തൂക്കുലൈറ്റും 2 ലേസറോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ മേളിൽ പൊട്ടിയിരുന്ന ഒരു ബോൾ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് പുറമേതായി ഒരു തൂക്കുലൈറ്റും നമുക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റേ ചെറിയ ടൈപ്പ് ലേസർ ഉണ്ടല്ലോ, അതൊരു 2 എന്താണ്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വണ്ടിക്ക് അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എവിടെ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് സുധീറിൻ്റെ സന്ദീപ് കൂടെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഒരു വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുണ്ട്. അപ്പോൾ ഇനി ഒരു ലൈറ്റുകളും ലേസർ കൂടിയൊക്കെ കയറുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല അടിപൊളിയാവും കേട്ടോ ഈ ഒരു വണ്ടി. ചെറിയൊരു ഇതിനകത്ത് അടിച്ച് രണ്ട് സൈഡിൽ കൊടുക്കണം. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ തലയടി. എവിടെ വെച്ചാൽ തലയടി ഇതിനടി കൊടുക്കണം. ഇതിന്റെ അടി വെക്കാല് ഇങ്ങനെ വെക്കാല് കോഴടിച്ച് കിടന്നു. കോഴിച്ചാൽ ചെറിയൊരു സ്റ്റോപ്പ് കൊടുക്കണം. ചെറിയ സ്റ്റോപ്പ് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ടർബോയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നിഹാരയുടെ ഒരു കോഫി ബ്രൗൺ ട്രാവലറിൻ്റെ അകലെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി ഏകദേശം ഫിനിഷായി. അതും നമുക്ക് 1-2 ദിവസത്തിനകത്ത് നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇതിൻ്റെ വർക്കും ഫൈനൽ ഘട്ടത്തിലാണ്. അപ്പോൾ ഈ കിടക്കുന്ന ഈ വണ്ടികളെല്ലാം അവർ തമിഴ് വണ്ടി ഒഴിച്ച് ബാക്കി ഗരുഡയും നിഹാരയും അതുപോലെ തന്നെ നമ്മുടെ ടർബോയും കുഞ്ഞുമാവയും എല്ലാം ഇപ്പോൾ ഇന്ന് 1-2 ദിവസത്തിനകത്ത് തന്നെ ഇറങ്ങിപ്പോവും. മലയിട്ടൊന്നാണ് ശക്തിമാർഗം സ്വാമിയാണ്, ഇത് കളിയാക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഇവിടെ നമ്മുടെ നിഹാരിക്കകത്തുള്ള ഒരു നെയിം ബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെയും ഡെലിവറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടർബോയും കൊടുത്തു വിടുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇനിയും ഒരുപാട് വലിയ വണ്ടികളെല്ലാം വർക്കിന് വരുന്നുണ്ട്. നമ്മുടെ തമിഴ് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഒന്ന് കമൻറ്റൊക്കെ ഇട്ടൊന്ന് പവറാക്കണം. അപ്പോൾ സംഗീത ഓഡിയോ എന്നുള്ള മറ്റൊരു കിട്ടില്ല വണ്ടിയുടെ അപ്ഡേറ്റോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വീണ്ടും കാണാം.